ഇവിടെ എങ്ങനെ പൂവന്നു? ഇതിന്നലെ ഹേമക്കുഞ്ഞ് തലേ വെച്ച പൂവല്ലേ? അപ്പോ എല്ലാത്തിനും വേണം യോഗം. ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താ ആർക്കാ ലോട്ടറി അടിച്ചത്? ഇല്ല, ഓരോരുത്തർക്കും ഭാഗ്യം വരുന്നതേ ഓരോ രൂപത്തിലാണ് പറയായിരുന്നു. ചിലർക്ക് പൂവായിട്ടും ചിലർക്ക് കായായിട്ടും. എന്തിനാ അമ്മു കുത്തുന്നേ? നേരെങ്കിൽ പറഞ്ഞാ പോരെ? അയ്യോ, ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല സാറേ. അല്ല, ഇനി ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ തന്നെ എന്താ? അതൊക്കെയല്ലേ സാറേ ജീവിതത്തിനൊരു രസം. അമ്മു എന്തിനാ വന്നേ? അടിച്ചു കളിക്കാൻ. തളിച്ചിട്ടങ്ങ് ചെല്ല്. പൊളിങ്കൊമ്പാ, മുറുക്ക പിടിച്ചോ. പക്ഷേ വല്ലപ്പോഴും ഈ അമ്മൂനെ ഒന്ന് ഓർത്താ മതി. വരട്ടെ. എഴുന്നള്ളുമായിരിക്കും നീയും നിന്റെ ഒരു ഓഫീസും. നേരം നെറിയും കേട്ട വർഗത്തിന് വേണ്ടി എന്തിനാടി ഇങ്ങനെ ചരയ്ക്കാൻ പോണത്? സഞ്ജയ് ഒന്നും മിണ്ടാതിരിക്കുന്നു. ഞാൻ മിണ്ടുവടി, മിണ്ടും. എടി, എത്ര ആൾക്കാർ മുമ്പ് വെച്ചാ ഞാൻ നാണം കെട്ടത്? നിന്റെ ഒറ്റ വാക്ക് വിശ്വസിച്ചല്ലേ ഞാൻ അതിന് കച്ചകെട്ടി ഇറങ്ങിയത്? 2 ദിവസം മുന്നേ എന്താ പറഞ്ഞത്? ഒന്നും പറയണ്ട, അങ്ങ് ചെന്നച്ചാ മതി, ജോലി കസര കയറിയിരിക്കാന്ന്. ഒരു എന്തായി? നീ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് എന്താ കാര്യം? സാറ് ബോംബെയിൽ നിന്ന് വരട്ടെ, ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. ദേ, ഞാൻ ഇവിടെ എങ്ങനെ ചുരുണ്ടുകൂടി കഴിഞ്ഞോളാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ ഉപദ്രവിക്കാൻ മതി. നിന്റെ ഇഷ്ടം. അത് പൂനാട്ടിലെ ഒരു കമ്പനി. ആ, റെഡിയാണോന്ന് അറിയാൻ ഞാൻ വരികയായിരുന്നു. ഞാൻ ഇറങ്ങിയായിരുന്നു. എങ്കിൽ വരൂ, കാറിൽ പോയാൽ മതി. അതാണ് പതിവ്, അതാണ് അന്തസ്സും. അശോക്, എന്താ ഒന്നും മിണ്ടാത്തത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതിനാൽ. പക്ഷേ എനിക്ക് പറയാനുണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ. അശോകിനറിയാമോ, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കിനെ പോലും ധിക്കരിച്ചാണ് ഈ ജോലി അശോകിന് തന്നത്. അപ്പോ എന്റെ സർട്ടിഫിക്കറ്റുകൾക്കൊന്നും ഒരു വിലയില്ലെന്നാണോ? അതേ വിലയുള്ള സർട്ടിഫിക്കറ്റ് തന്നെയായിരുന്നു മാലയുടെ സഹോദരന്റേതും. എന്നിട്ടും മനസ്സിലായില്ലേ? എന്റെ കാഴ്ചപ്പാടിൽ അശോക് ഓഫീസിലെ ഒരു ജോലിക്കാരൻ മാത്രമായിരിക്കരുത്. പിന്നെ പഴയ വസന്തങ്ങളെ പരിപൂർണമായി മറക്കരുതെന്ന്. എങ്ങനെ? എനിക്ക് എന്റെ പഴയ അശോകിനെ വീണ്ടും വേണമെന്ന്, പഴയ ബന്ധങ്ങൾ കിട്ടണമെന്ന്. അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതല്ലേ? അതെ, എങ്കിലും അതൊന്നുകൂടി ആലോചിക്കുന്നതിൽ തെറ്റില്ലെന്ന്. വിഷമമാണ്. ജീവിക്കാൻ പഠിക്കുക അശോക്. ഈ ജോലി, കൈനിറയെ ശമ്പളം, ആസ്വദിക്കാനുള്ള ജീവിതത്തെ അലങ്കോലപ്പെടുത്താതെ.
അനുഭവമാണ് കേട്ടോ ഈ പ്രേമം. നിന്റെ കണ്ടുപിടുത്തം കൊള്ളാം എന്റെ പൊന്നു മോളെ. ഈ കണ്ടുപിടുത്തത്തിന്റെ ഒക്കെ പുറകിൽ പല കൈപ്പേറിയ കഥകളുമുണ്ട്. പൈങ്കിളി കഥകൾ വായിക്കാൻ സുഖമാണ്, അതിലെ കഥാപാത്രങ്ങളായി മാറാനും രസമാണ്. എങ്കിലും പച്ചപിടിച്ചു വരുന്ന പല പ്രേമങ്ങളിൽ പിച്ച വെച്ചെത്താറുള്ള ഒരു വില്ലനുണ്ട്. അതാരാ? അതാണ് സാക്ഷാൽ തന്തപ്പടി. ഏയ്, എല്ലാരും പോലെയല്ല എന്റെ അച്ഛൻ. എന്റെ ഇഷ്ടത്തിനെതിരായി ഒന്നും ചെയ്യാത്ത ഒരു പാവ അച്ഛൻ. പിന്നെ അതൊക്കെ പറച്ചില്ല. അവർക്കും വില്ലനാകാൻ കഴിയും. അതൊക്കെ സാഹചര്യങ്ങളുടെ പിൻബലം കൊണ്ടായിരിക്കും മാത്രം. അപ്പോ നമ്മുടെ ഈ ബന്ധത്തെ അച്ഛൻ എതിർക്കുന്ന? അച്ഛന്റെ സ്ഥാനം കാത്തു സൂക്ഷിക്കണ്ടേ? മോടെ പ്രേമത്തിൽ ഇടപെടണം, കുഴപ്പങ്ങൾ ഉണ്ടാക്കണം, സുഖജീവിതം കൊടുക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു അച്ഛൻ. ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. താനെന്തിനാണ് പേടിക്കുന്നത്? ഞാനില്ലേ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ പ്രേമത്തിന് ഒരു എതിർപ്പ് നേരിടേണ്ടി വന്നു. നേരിടുക അതും ഒരു സുഖമാണ്. ഇനിയിപ്പൊ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് വിഭാഗവും ഉണ്ട്. അതെന്താ? അതായത് നീ ഞാനും പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം മറന്ന്, ഈ ലോകത്തെയും മറന്ന് നമ്മുടെ മാത്രമായ ഒരു ലോകം കെട്ടിപ്പടുന്നു. ആ പ്രേമത്തിന്റെ നടുവിൽ ഒരു വില്ലനെത്തും. ഐ മീൻ യുവർ ഡാഡി. വേറെ വഴിയില്ല, നമ്മൾ എതിർക്കുന്നു. ഗത്യന്തരമില്ലാതെ നിന്റെ അച്ഛൻ സമ്മതിക്കുന്നു. പിന്നെ എല്ലാ ശുഭത്തിൽ കലാശിക്കുന്നു. അങ്ങനെ മതി, അതാണ് എനിക്കിഷ്ടം. മറിച്ച് സംഭവിച്ചാൽ എനിക്ക് താങ്ങാൻ ഒക്കില്ല. എന്റെ പൊന്ന് ഹേമേ, നീ കേറി അങ്ങ് ഇമോഷനായല്ലേ? ഒരു കാര്യം ചെയ്യും, തൽക്കാലം നമുക്ക് വിഷയം മാറ്റാം. വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഹേമ എന്തിനാ എന്നെ പ്രേമിച്ചേ? അശോക് എന്തിനാ എന്നെ പ്രേമിച്ചേ? അത് പറയൂന്നേ. അതെ, എനിക്ക് നിന്നെ അങ്ങ് വലിയ ഇഷ്ടമായി. മതി നമുക്ക് പോ. വരൂന്നേ. ഹേമേ, ഐ എം സോറി, വെരി സോറി. കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? ഇല്ല, കാത്തിരുന്നില്ല, മുഷിഞ്ഞില്ല. അല്ലേലും ഈ ആണുങ്ങൾ ഇങ്ങനെയാ, പറഞ്ഞ വ്യവസ്ഥയില്ല. ഒന്ന് ക്ഷമിക്കണ്ടേ മോളെ? ക്ഷമിക്കൂലേ? എത്ര നേരമായിരുന്നു പാവം? സമ്മതിച്ചു, ഞാൻ അല്പം താമസിച്ചു. അല്പോ? 1 മണിക്കൂർ കഴിഞ്ഞു. എടോ, ഈ കാത്തിരിപ്പിനൊരു സുഖമുണ്ട്, അറിയോ? ആ, ഉണ്ട്, നല്ല സുഖ. ഇല്ലേ? എന്റെ മുഖത്ത് നോക്കി സത്യം പറ, സുഖമില്ലേ? അതാ പറഞ്ഞത്, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കണം, മുഷിയണം. ഞാൻ വരുമ്പോ പരിഭവം പറയണം. ആ സമയത്ത് നിന്റെ മുഖഭാവം കാണാനും നിന്റെ പരിഭവം പറച്ച് കേൾക്കാനും എന്ത് രസമാണ്. അതുകൊണ്ടായിരിക്കും മണിക്കൂറും താമസിച്ചത്. അയ്യോ, അതുകൊണ്ടല്ല. എന്റെ ഹേമയെ ഞാൻ അങ്ങനെ ദുഃഖിപ്പിക്കൂ? ഇല്ലെന്ന വിശ്വാസത്തില ഞാനും. ആ വിശ്വാസം രക്ഷിക്കും. നിന്നെ ദുഃഖിപ്പിക്കരുതെന്നാണ് ഞാൻ കരുതുന്നത്. അതിനൊരു ജോലി, ആഡംബരരഹിതമായ ഒരു കല്യാണം, നമ്മൾ തമ്മിൽ അധികം ആവശ്യങ്ങൾ ഉന്നയിക്കാത്ത ഒരു ഭാര്യ, അത് നീ. ഒരു ഭാര്യയായി ഭർത്താവിന്റെ വരവും കാത്ത് വീടിന്റെ ഉമ്മറത്ത് നിൽക്കുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളെ സ്വപ്നം കാണുകയാണ് ഞാൻ. അപ്പോ ഞാനെന്ത് സ്വപ്നം കാണണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് കാത്തു നിൽക്കുന്നത് ഒരു കാമുകന് വേണ്ടി, ഇനി കാത്തു നിൽക്കാൻ പോകുന്നത് തന്റെ ഭർത്താവിന് വേണ്ടി. ആ വിശ്വാസത്തിൽ അളവില്ലാത്ത സ്വപ്നങ്ങൾ നെയ്യാനൊക്കും. അതെങ്ങനെയാ? ദാഹാദ്രമായ ഒരു പ്രണയമനസ്സിൽ സ്നേഹാദ്രമായ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് ഇക്ലിയൂട്ടുന്ന പോലെയാ. അതിൽ തനിക്ക് പങ്കില്ല, തന്റെ മനസ്സിന് മാത്രമേ പങ്കുള്ളൂ. മനസ്സോ? അതിപ്പോ എന്റെ ഇല്ലല്ലോ. ഇല്ലേ? അയ്യോ, എവിടെ പോയി? നീ എടുത്തോ? കള്ളൻ, ഒന്നും അറിയാൻ മേലായിരിക്കും. എന്റെ മനസ്സേ ദേ ഇവിടെ വെച്ച് പൂട്ടിയിരിക്കുക. അതവിടെ തന്നെ ഉണ്ടായിരിക്കും, എങ്ങും പോവില്ല. തുറന്നു വിട്ടാ പോവില്ലേ? തുറന്നു വിട്ടാലല്ലേ. തുടർന്നുള്ള ദിനങ്ങളിൽ നിന്റെ മനസ്സും എന്റെ മനസ്സും ഒന്നിച്ചിരിക്കണം. എന്താ ആലോചന? ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ട്? പറയൂ, എന്താണ്? എവിടെയാണ് നിന്റെ അവസാനം? വിവാഹത്തിൽ. വിവാഹം എത്ര എളുപ്പമുള്ള വാക്ക്, പക്ഷേ കാര്യങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെതായ ഗൗരവം ഉണ്ടായിരിക്കും ഹേമി. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒന്ന് മാത്രം എനിക്കറിയാം, എനിക്ക് എന്റെ അശോകന് വേണം, എനിക്ക് മാത്രം.
എന്നിട്ട് അശോക് എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. എന്ത് തീരുമാനിക്കണമെന്ന ചിന്തയിലാണ് ഞാൻ. പോണമെന്ന് നിർബന്ധമാണോ? പോകാതിരുന്നാൽ സ്കോളർഷിപ്പോട് കൂടിയ ഉന്നത പഠനം, ജീവിതത്തിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്ന അവസരം, അത് പാഴാക്കാൻ മനസ്സ് വരുന്നില്ല. പോയാൽ തന്നെ ഞാൻ വേഗം തിരിച്ചു വരും. ഞാൻ കാത്തിരിക്കും. ഞാൻ തിരിച്ചെത്തും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അശോക് സാർ, കുറച്ചു മുമ്പ് ബോസ് വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞു? ബോംബെയിൽ നിന്ന് ഗുപ്ത വന്നാൽ ആ. അവരുടെ ഓർഡറിന്റെ കാര്യം സംസാരിക്കാനും ആ. പിന്നെ മേനോൻ ആൻഡ് മേനോൻ കമ്പനിക്ക് അയക്കാനുള്ള ആ. കൊട്ടേഷൻ ഉണ്ടല്ലോ, ആ. അതൊന്നുകൂടി പരിശോധിക്കാനും പറഞ്ഞു. ഓക്കെ സാർ. മനോഹര, 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 ചോറോ? താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതോ പച്ച മലയാളത്തിൽ നിനക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ 4 വർത്തമാനം പറയിച്ചു പോകാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്ത് വർത്താനം? അതേ, ഈ ബംഗ്ലാവ്, കാറ്, ആവശ്യത്തിന് പണം, ഇതൊക്കെ നിന്നെപ്പോലെ ചിലരെ അങ്ങ് പൊക്കും ആകാശം വരെ. അവിടെ എത്തുമ്പോ നീയൊക്കെ താഴോട്ടൊന്ന് നോക്കും. അപ്പോ എന്നെ പോലെ ഒരു കണ്ണിപ്പെടാൻ വിഷമമാ. കാരണം ഞങ്ങൾ സമുദായത്തിലെ 3-ാം പടിക്കാരല്ലേ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ധൃതി വെക്കാതെ പറയാം. കാര്യത്തിലേക്കല്ലേ ഞാൻ കടക്കുന്നത്. അല്ല, ഈ ഒരുമാതിരി മനുഷ്യന്മാരെ കുരങ്ങ് കളിപ്പിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതുകൊണ്ട് നിനക്കൊക്കെ എന്താ ഒരു സുഖം? അല്ല, അറിയാൻ ചാടി ചോദിക്കുക. ഞാനാരെയും കളിപ്പിച്ചിട്ടില്ല. ഇല്ലേ? ഇല്ലാതെ നിന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥന്റെ ഉത്തരവോട് തന്നെയല്ലേ ഞാനും ഉദ്യോഗാർത്ഥിയം എത്തിയത് നിന്റെ ഓഫീസിൽ? ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം? ആ, അത് തന്നെയാ. പെങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. വന്നാ കിട്ടുമെന്ന് അവള് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് എല്ലാം തലകീഴാണെന്ന്. കാമുകനെ വിളിച്ചു വരുത്തി കൈ കൊടുക്കുകയായിരുന്നില്ലേ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ആ ബിസിനസ് എന്നത് വേണ്ടായിരുന്നാ പറഞ്ഞത്. നേരത്തെ കാലത്ത് നിനക്കങ്ങനെ ഏർപ്പാടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞേനെ. അതില്ലാതെ എന്നെയും വിളിച്ചു വരുത്തി അവനെയും വരുത്തി ഒരുമാതിരി നാടകങ്ങൾ നടത്തി എന്തിനാണെന്നാ പറഞ്ഞത്. Shut up your mouth. അങ്ങനെ ഇപ്പൊ മൂടണില്ല. ഏതായാലും വന്ന സ്ഥിതിക്ക് മുഴുവൻ പറഞ്ഞേക്കാം. ഞാനോ നാറി നാറ്റക്കേസിന്റെ കാര്യത്തിലെ നിനക്കൊരു വാണിംഗ് തരാൻ കൂടി ഞാൻ വന്നിരിക്കുന്നത്. ഭർത്താവ് അറിയാതെ ഭാര്യ തന്റെ കാമുകനെ വിളിച്ചു വരുത്തി ഒരു കൂത്തു നടത്താനുള്ള ഒരുക്കം, അത് തകർക്കാനും എനിക്കറിയാം. താൻ എന്ത് ചെയ്യുന്ന? എന്ത് ചെയ്യുന്നോ? നിന്നേക്കാൾ വലിയ വലിയ മുതലാളിമാരുടെ ചീനിനാരി ചരിത്രങ്ങളെ ചിന്തയിട്ട് മെനിക്കെടുത്തൊരു പേരുണ്ട് ഇവിടുത്തെ പല പത്രങ്ങൾക്കും. അതിലും വാർത്തകൾ വരാം ഉചിത ഭാഷയിൽ. അല്പം കൂടി കറന്നു ചിന്തിച്ചാൽ ഈ പോസ്റ്റർ ഉണ്ടല്ലോ, പോസ്റ്റർ, നല്ല സ്റ്റൈലൻ ഭാഷയിൽ ഞാനങ്ങ് എഴുതി ഒട്ടിക്കും. നാട് നീളെ നാറും. ആ നാട്ടത്തിന്റെ കാറ്റേറ്റ് ഈ ബംഗ്ലാവൊക്കെ ഒന്ന് വിറയ്ക്കും. I say you get out. അതെനിക്കറിയാം. എന്നാലും 4 വാക്ക് പറയാതെ പോയാൽ എനിക്ക് ഉറക്കം വരുമോ? നിന്റെയൊക്കെ കളി അല്പം കൂടുതൽ പറയായിരുന്നു. വേണ്ട കേട്ടോ, വേണ്ട. എന്നെ പോലെ തിരിഞ്ഞു തരണ്ടല്ലോ, പിന്നെ അന്തം കുന്തം കാണുകയല്ല. പറഞ്ഞേക്കാം. വരട്ടെ. എന്താ ഇത്? ആരെങ്കിലും കാണും? കാണട്ടെ, കണ്ടാലെന്താ? കണ്ടാൽ എന്താണെന്നോ? വയസ്സുകാലത്തെ ഒരു ശൃംഗാരം. ആർക്കാടി വയസ്സായത്? ഇപ്പോഴും ഒരു കൈയൊക്കെ നോക്കൂ. നോക്കും നോക്കും. ശ്ശോ.